വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഫയർ വർക്ക് സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെണ്ടമേളം എന്ന് എഴുതി കണ്ടല്ലോ അല്ലേ. ചെണ്ടമേളം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. സംഭവം ഇത് കത്തിച്ച് കഴിഞ്ഞാൽ ചെണ്ട കൊട്ടുന്നത് പോലത്തെ എല്ലാ സൗണ്ടിൽ പൊട്ടിത്തെറിക്കും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ ചെണ്ടമേളത്തിൻ്റെ ഒരു ശബ്ദം കിട്ടുന്ന ഒരു ഫയർ വർക്ക് ഐറ്റംസാണ്, അയ്യൻസിൻ്റെ സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് കാണാം. അതിനു മുമ്പ് ഞാനിതിൻ്റെ ഫസ്റ്റത്തെ ആദ്യം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുന്ന ഭാഗം ഒന്ന് കാണിച്ചു കേട്ടോ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ. അതിന് ശേഷം നമുക്ക് പൊട്ടിച്ചു നോക്കാം. അതാണല്ലോ അതിൻ്റെ രസം. അപ്പോൾ രാത്രിയത്തെ കാഴ്ച കാണാം. രാത്രി ആയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലൈറ്റ് കുറവുള്ള സ്ഥലം വെക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷോപ്പിൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ട് പിടിച്ചാൽ മതി കേട്ടോ. ഇരുട്ടുണ്ടാവില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്? അത്യാവശ്യമൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ കത്തിക്കട്ടോ. ഓക്കെ ഓക്കെ റെഡി. അതെ നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം. യെസ്, എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. എന്ത് സംഭവിക്കും ഒരു ചെണ്ട കൊട്ടുന്ന സൗണ്ടൊക്കെ അല്ലേ കേട്ട്. അതായിരിക്കും ഇതിൻ്റെ പേരില്ല ചെണ്ടമേളം എന്ന്. അവിടെ ഊത്തിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. മണം എങ്ങനെ ഉണ്ട്? വടി ബാക്കിയായിട്ടുണ്ട്. നമ്മളിതിൻ്റെ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ എന്താണ് സംഭവം എന്നുള്ളത് വാട്സ് ഇൻസൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ എങ്ങനെയുണ്ട് രാത്രിയിലെ കാഴ്ച. അപ്പോൾ ഈ ചെണ്ടമേളം എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അയ്യൻസ് കമ്പനി ഇറക്കുന്ന ചെണ്ടമേളം എന്ന് പറയുന്ന ഒരു ഫയർ വർക്കിൻ്റെ ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ അയ്യൻസ് ചെണ്ടമേളം എന്നൊക്കെ കാണുന്നുണ്ട്. ഫോർ ബെസ്റ്റ് റിസൾട്ട് യൂസിങ് ഡ്യൂറിങ് നൈറ്റ് ടൈം, രാത്രിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കാണിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 663 രൂപ എന്ന് കാണിക്കുന്നത്. പക്ഷേ അത്ര റേറ്റ് ഒന്നുമില്ല കേട്ടോ. ഒരു 300-400 ആ റേറ്റേ വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഇതുണ്ടോ, ഇതാ 2 ചെണ്ടക്ക് കൊത്തുന്ന വടിയുടെ രൂപത്തിലുള്ള 2 സംഭവം. ഇത്രയേ ഉള്ളൂ ഇതിൽ. ഇതാണ് ചെണ്ടമേളം. എന്നൊക്കെ പറഞ്ഞടിക്കണ ഈ ഒരു വടി ചെണ്ടമേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെണ്ടയുടെ കോലാണ് ഇത് രണ്ടും. ഈ ഒരു കോൽ രണ്ടുമാണ് ഇതുണ്ടോ ഇതിങ്ങനെ മുട്ടുന്ന സംഭവം. അപ്പോൾ ഇത് കത്തിച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം കത്തിച്ച് കഴിഞ്ഞാൽ ചെണ്ടയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം ഉണ്ടല്ലോ, ചെണ്ടമേളം, അതാണ് എന്നാണ് ആ കടക്കാരൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ വ്യത്യസ്തമായിട്ട് സംഭവം കണ്ടപ്പോൾ വാങ്ങിയാണ്. ഇതിന് മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ, സത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം, ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്. നമ്മളിതിന് മുമ്പ് വാട്സ് ഇൻസൈഡായിട്ട് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്കൈ ഷോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വീഡിയോ ഇല്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. മുകളിൽ പോയി പൊട്ടുന്നതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കുറേ ആൾക്കാരൊക്കെ കണ്ട വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ എന്താണെന്നുള്ളത് ഒരു കൗതുകം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇതിൻ്റെ മുകൾ ഭാഗമാണ്, നമുക്ക് അതിന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ ഇവിടെയാണ് ഇതിൻ്റെ തിരി കൊടുക്കുന്ന ഭാഗട്ടോ. ഇതുണ്ടോ, ഇതൊരു വടിയാണെന്ന് തോന്നും, പക്ഷേ വടിയല്ല കേട്ടോ. ഇത് പേപ്പർ ചുറ്റി വെച്ചതാണ്. ഓക്കെ, നമുക്കൊന്ന് ഇതൊന്ന് പറിച്ചെടുക്കാം. അത് ഒട്ടിച്ച് വെച്ചാട്ടോ. ഇതൊരു കോയിൽ, സാധാരണ ഒരു കോയിൽ, അത്രേ ഉള്ളൂ. അത് ഇതേപോലെ ഒട്ടിച്ചിട്ട് ചെണ്ടയുടെ കോലിൻ്റെ രൂപത്തിലാക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ മുകളും താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഏറ്റവും മുകൾ ഭാഗം തിരി കൊടുക്കുന്ന ഭാഗത്ത് ഇതാണ് ഈ തിരി വരുന്ന ഭാഗം കേട്ടോ. ഓക്കെ, ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നമുക്ക് ഇതിലേക്ക് തട്ടി നോക്കാം. ഓക്കെ, ആ മരുന്നും കാര്യങ്ങളും കേട്ടോ. ഫസ്റ്റ് തന്നെ തിരി പിടിച്ചതിന് ശേഷം ഈ മരുന്നിലേക്ക് കയറി ചെല്ലുന്നു. അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഇതാ ഇവരെല്ലാം മരുന്നുകളിട്ടത്. ഈ മരുന്നാണ് ഈ കത്തിയായിട്ട് പൊട്ടുന്നത് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഇവിടെ മരുന്ന് വെച്ചിട്ട് ഈ പീസില്ലേ, ഇതാണ് ആ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് തോന്നുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. ഇത് മാത്രം ഇങ്ങനെ തന്നെയാണ് കത്തിച്ച് നോക്കണം. അടുത്തായിട്ട് ഇവിടെ മുറിച്ച് നോക്കാം. അവിടെ വരെ മരുന്നുണ്ട്. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് കാലിയാണ് കേട്ടോ. ഇതാ ഇത്രേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ഈ ഭാഗത്ത് വരെ മരുന്ന്, ആ മരുന്നാണിത്. ഈ മരുന്നാണ് കത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ കാലി ആ ചെണ്ടൻ്റെ ആ കോലിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. ഇതേപോലെ ഈ ഒരറ്റം വരെ കാലിയാണ് കേട്ടോ ഫുള്ളായിട്ട്.
അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മരുന്നൊന്ന് കത്തിച്ച് നോക്കാം. വാട്സ് ഇൻസൈഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ എന്താണ് എന്ന് അറിയാൻ വേണ്ടി മാത്രം കേട്ടോ. മുകളിലൊരു തിരി ഇത്ര മരുന്ന്, വേറെ ഒന്നുമില്ല. പക്ഷെ പൊട്ടുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് വരുന്നത് ഈ ഒരു ഇതിലുണ്ടോ കുറേ കുരു ഐറ്റംസ്, ആ മരുന്നിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് കത്തിച്ച് നോക്കാം. ഓക്കെ, നോ. അപ്പോൾ അതിന് പൊട്ടലെല്ലാം കൂടി ഒരുമിച്ചപ്പോൾ കണ്ടില്ലേ, അതന്നെയാണ് ആ കുരു തന്നെയാണ് ആ പൊട്ടി കളിക്കുന്നത് കേട്ടോ. അതിലെന്ത് കൊണ്ടുണ്ടാക്കിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. സംഭവത്തിൽ എനിക്കതിനെക്കുറിച്ച് പറഞ്ഞു തരാനും കാര്യമില്ല. ഉള്ളത് ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ.